മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എം.പി. നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പുതുക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. സ്ത്രീകളെ അവഗണിക്കുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ജെബി മേത്തർ എം.പി. പറഞ്ഞു. യോഗം കെ.പി.സി.സി സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ.വി. കല്യാണി അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് ടി. നിർമ്മല, ജില്ലാ സെക്രട്ടറിമാരായ റിജി ജോർജ്, ജോളി ചുക്കിരി, ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, സെബി കൊടിയൻ, കെ.എം. ബാബുരാജ്, സുധൻ കാരയിൽ, ടി.എസ്. രാജു, രതി ബാബു, പി. ചന്ദ്രൻ, ഷൈനി ജോജു എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ഒരു യാത്രയുമായി കടന്നു വരുമ്പോൾ ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്തും മക്കളുടെയൊക്കെ കൈപിടിച്ച് അവരെയൊക്കെ കൂട്ടി ഈ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി അമ്മമാരും സഹോദരിമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി. ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി എന്ന തെല്ലും കരുത്തോടെ എന്ന മുദ്രാവാക്യവുമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ. നമ്മൾ പ്രസംഗിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീ സമത്വം പലരും, പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ നയിക്കുന്ന ശക്തയായ നേതാവ് ജെബി മേത്തർ എം.പി.യെയും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എം.പി. നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് അമ്പല്ലൂരിൽ സ്വീകരണം നൽകി. എ.ഐ.സി.സി അംഗം രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പനഗർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോസ്മേരി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. LDF സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിരൽ ചൂണ്ടി സമരവും നടത്തി. കെ.പി.സി.സി സെക്രട്ടറി എ. പ്രസാദ്, DCC സെക്രട്ടറിമാരായ കല്ലൂർ ബാബു, സെബി കൊടിയൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രീജ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ, ഭാഗ്യവതി ചന്ദ്രൻ, പ്രിൻസൻ തയ്യാലക്കൽ, ദിനിൽ പാലപ്പറമ്പിൽ, സനൽ മഞ്ഞളി എന്നിവർ സംസാരിച്ചു. ഈ ജാഥയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഒക്കെ, ഇവിടെയുള്ള DCC ഭാരവാഹികളൊക്കെ നിങ്ങൾക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിച്ച് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും അടുക്കളകളിലേക്കും കടന്നു ചെന്ന് ഈ LDFന്റെ ദുർഭരണത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ വാർഡുകളിൽ വീടിന് ഉമ്മറത്ത് ചെന്ന് അടുക്കളയിൽ ചെന്ന് വോട്ട് ചോദിക്കുവാൻ സാധിക്കുന്നത് വനിതകൾക്കാണ്. പാടത്ത് പശുവിനെ പുല്ലരിയുന്ന അമ്മയുടെ അരികിൽ ചെന്ന് കൈപിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ശബ്ദമായി പാർട്ടിക്ക് കരുത്തേകാൻ സാധിക്കുന്നത് അമ്മമാർക്കാണ്. ആ അമ്മമാർക്കരികിൽ ചെന്ന് വോട്ട് ചോദിക്കാൻ കഴിയുന്നത് മഹിളാ കോൺഗ്രസുകാർക്കാണ്. വീട്ടിൽ അലക്കുകയും പാത്രം കഴുകുകയും വൃത്തിയാക്കുകയും ശുചിത്വത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അരികിൽ ചെന്ന്